Hey guys, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. ഗൈസ്, അപ്പൊ ഇന്നാണ് എന്റെ ഈ ദേവുവിന്റെയും കല്യാണം. ഇന്നലെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് ഉറങ്ങാനേ പറ്റിയിട്ടില്ല. ഇവിടെ 3 മണി 3:30 ഞാൻ കിടന്നത്. എന്നിട്ട് 2 മണിക്കൂറേ കഷ്ടി ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ നേരത്തെ തന്നെ എണീച്ചിട്ട് ഞാൻ നേരെ വന്ന് കുളിച്ച് എല്ലാം സെറ്റാക്കി പിന്നെ നേരെ പോയി മേക്കപ്പിലോട്ട് നിന്നു. എങ്ങനെയുണ്ട്? അതായത് ലൈറ്റ് ആയിട്ടുള്ള ജസ്റ്റ് ഒരു ചെറിയ മേക്കപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ദേവുവല്ല ഇവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. അവളിപ്പോ ഓഡിറ്റോറിയത്തിന്റെ ആ ഒരു ഗ്രീൻ റൂമിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒരുങ്ങി സുന്ദരി കുട്ടിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ രീതിയിൽ ഫുഡെല്ലാം കഴിച്ച് പിന്നെ എന്റെ ഡ്രസ്സ് ഉണ്ട്, കല്യാണ ഡ്രസ്സ് അവിടെ വെയിറ്റിംഗ് ആണ്. അതിലൊന്ന് സെറ്റാക്കി വെച്ചിട്ട് 5-6 ഫോട്ടോസ് എല്ലാം റെഡിയാക്കിയിട്ട് വേണം നേരെ കല്യാണ മണ്ഡപത്തിലേക്ക് പോവാൻ. അപ്പൊ ഞാനിതാ നമ്മുടെ കല്യാണ വേഷത്തിൽ നിന്ന് റെഡിയായി വലിയ നിൽക്കുന്നതാണ്. ഇതാണ് എന്റെ കല്യാണത്തിന്റെ ഡ്രസ്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ചെക്കനെല്ലാം റെഡിയായി നിന്ന്. ചെക്കന്റെ അമ്മേനെ ഞാൻ കാണിച്ചു തരാം. അമ്മ റെഡി ആയിട്ടില്ല, ഭാനുമായി റെഡി ആയിട്ടില്ല, രവിമാമ റെഡി ആയിട്ടില്ല, അച്ചു റെഡി ആയിട്ടില്ല, ഗോപി പിന്നെ തീരെ റെഡി ആയിട്ടില്ല. വേഗം എണീച്ച് ഇങ്ങള് റെഡി ആയിക്കോ, അപ്പോഴത്തേക്ക് ഫുഡ് എത്തും. ഫുഡ് വാങ്ങിച്ചിട്ട് ഇപ്പൊ വന്നോണ്ടിരിക്കുന്ന ചെക്കൻ വാങ്ങിച്ചിട്ട് വരുന്നുണ്ട്. വാ വേഗം വന്നു കഴിഞ്ഞാല് നല്ല നല്ല ഫോട്ടോസ് എടുത്തിട്ട് സെറ്റ് ആവാം. പിന്നെ കുറെ കഴിഞ്ഞാല് തിരക്കായി പോകും, പിന്നെ എന്നെ കിട്ടൂല. വ്ളോഗേഴ്സ് കുറെ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ തന്നെ ജ്വലിക കോലം എഴുതി മംഗളവാരത്തി എടുക്ക മനവരെ കാണും ശുഭദിനമേ. വാഴை തോരണം മാലയസിയ സന്തനവാസം കൂടി വര എന്റെ ഭാര്യ. നമ്മൾ ചോറ് തിന്നുകയാണ്. ചോറ് തിന്ന് കഴിഞ്ഞിട്ട് വരാം, ബാക്കി ശരി പറയാം. നമ്മൾ ടീ ബ്രേക്കിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ചവിട്ടിയിട്ടുള്ളത്. നല്ലൊരു ചായയും പിന്നെ നല്ല എന്താ കട്ട്ലേറ്റും ഉണ്ട്, വെജ് കട്ട്ലേറ്റ്. എന്തുണ്ട് പറയാൻ? എന്നാ പറയുന്നത് നിന്റെ ആൾക്കാരോട്? നല്ല സന്തോഷം. ഇനി എത്ര മണിക്കൂർ ഇരിക്കണം എന്നറിയോ? 3 മണിക്കൂറായില്ലേ? 3 മണിക്കൂറാ? ഇപ്പൊ 4 മണിക്കൂർ കഴിഞ്ഞു. 10 മണിക്കൂറും കൂടി. 10 മണിക്കൂറുണ്ടോ? 10 മണിക്കൂർ നിനക്ക് അവിടെ കിടന്നുറങ്ങിയാ മതി. ഇവിടെ കിടന്ന് ഇങ്ങനെ സുഖമായിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങുക. എനിക്കാണെങ്കിൽ തലവേദന. ഇന്നലെ നിങ്ങൾ കണ്ടതല്ലേ, കാരണം ഞാൻ ലേറ്റ് ആയിട്ട് എത്തിയിട്ട് നല്ല തലവേദന. അതായത് ഞാൻ ഉറക്കം ആകെ ഒരു 2 മണിക്കൂറാണ് ഉറങ്ങിയത് ഇന്നലെ കഷ്ടിച്ച്. 1 മണിക്കൂർ ഉറങ്ങിയത്. 1 മണിക്കൂറാ? നീ വരണം എന്ന് പറഞ്ഞോണ്ട് 2 മണിക്ക്. അത് കാണുന്നുണ്ട് ഗൈസ്. ഇവിടെ 2 വാൾപ്പായിട്ട് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ആളെയാണ് ഇവിടെ കാണുന്നത്. മനുഷ്യനല്ലേ പുള്ളേന്ന് പറഞ്ഞത്. ഇപ്പൊ ഇവരെല്ലാരും നോക്കി. ഞാനിപ്പോ ഓരോരോ ഇതാ ഇതിനകത്തില്ലേ കവർ കണ്ട നിങ്ങള്? 5-6 കവർ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങത്തോളം ഇത് തന്നെ പരിപാടികൾ. ഉറങ്ങും, എണീക്കും, വാത് വെക്കും, പിന്നെയും ഫുഡ് അടിച്ച് എനർജി. ഞാൻ ഇപ്പൊ ആക്റ്റീവ് ആവുമെന്ന് അറിയാമോ? നീ പറയുമല്ലോ പിന്നെ ഇനി ഒരു 10-20 മിനിറ്റോടെ കഴിഞ്ഞാൽ നമ്മളെ സ്ഥലം എത്തി. അപ്പൊ ഞാൻ എണീക്കും. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സടക്ക് എന്താന്ന് വെച്ചാല് അവിടെ വീടെത്തുമ്പോഴത്തേക്കും, വീട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് കംഫർട്ട് സോണാണ് അല്ലേ? മോങ്ങിനാള് എല്ലാം കാണാം. അങ്ങോട്ടെത്തുമ്പോഴത്തേക്ക് ഇവിടെ സെറ്റായിട്ട് പോകും. കാരണം കണ്ണൂരുകാരെങ്ങനെയാണ്. എന്താ അല്ലേ അല്ലേ
ഗൈസ് ഇനി നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ട് പിന്നെ ഇനി ഫുഡ് എങ്ങനെ കഴിക്കുമ്പോൾ കാണാം. ബൈ. പ്രാണനായുള്ള മുത്തേ എന്നെ കൈവേടിയേ കടങ്ങൾ ചൊല്ലിടാം തമ്പുരാനേ. അങ്ങനെ ദേവുനെയും കൂട്ടിയിട്ട് നമ്മളിതാ എന്റെ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. ഫൈനലി നമ്മുടെ കല്യാണവും പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനിപ്പോ ലാസ്റ്റ് നമ്മുടെ ചടങ്ങെല്ലാം കണ്ടിട്ടുണ്ടല്ലോ. എങ്ങനെയുണ്ട് വീട്ടുജീവിതം? വീട്ടുജീവിതം അതിന് സ്റ്റാർട്ടായിട്ടില്ലല്ലോ. ഗൈസ്, അതായത് നിങ്ങളിപ്പം വിചാരിക്കുന്നത് എന്താ രണ്ടും കൂടി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേന്നുള്ളത്. അതായത് നമുക്ക് ആദ്യ രാത്രി ഇല്ല, പകരം ആദ്യ യാത്രയുണ്ട്. ഇപ്പൊ സമയം രാവിലെ 5 മണി. കുളിച്ചൊരുക്കി കുട്ടപ്പന്മാരായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ബാക്കിയുള്ള ചടങ്ങുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോകുന്ന. അതായത് പകൽ ഉറക്കമാക്കിയിട്ട് നമ്മൾ മാറ്റിലാണ് പകരം. പക്ഷെ നല്ലൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് രാത്രി ബസ്സൊന്നും ഉറങ്ങിയിട്ടില്ല. പകരം നമ്മൾ നല്ല ഉല്ലാസ യാത്ര പോലെ തന്നെ കംപ്ലീറ്റ് കേരളത്തിന്റെ അങ്ങേത്തലം മുതൽ ഏതലം വരെ കംപ്ലീറ്റ്. ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇതാവും. പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ 2 ദിവസമായിട്ട് എനിക്ക് ഉറക്കം എന്ന് പറഞ്ഞ സംഭവങ്ങളില്ല. പക്ഷെ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ പല പല പ്ലാനിങ്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അല്ലേ? പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചു കുറച്ചും കൂടി ടഫായിരിക്കും. അതായത് ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ചടങ്ങുകൾ കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളത് എനിക്കൊന്നും അറിയില്ല. സിമ്പിളാണോ ഹാർഡാണോ എന്താന്നുള്ളത് അറിയില്ല. പക്ഷെ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് എല്ലാം ചെയ്തല്ലേ. ഓരോരോ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതായത് പല പല ജാതി സിറ്റുവേഷൻ വൈസ് കുഴപ്പങ്ങളുണ്ട്. ഞാൻ മറ്റേ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ, അതേപോലത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ സിറ്റുവേഷൻസ് എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം. ഇപ്പൊ അതിനുള്ള ത്രാണിയില്ല. ഇപ്പൊ നമ്മൾ രണ്ടാളും ടയേർഡാണ്. ഇനി ഇതാണ് നമ്മുടെ ലൈഫ്. ഇനിയിപ്പം നമ്മൾ എന്തായാലും ബാക്കിയുള്ള വ്ളോഗ്സിന് നമ്മൾ ഡെയിലി വരും. പിന്നെ നമ്മുടെ പഴയ ഇൻസ്റ്റ പരിപാടി അതുണ്ടാവും. ഇപ്പൊ എല്ലാം കൂടി കൂട്ടി പറ്റി ഒരറ്റായി മൂലമറ്റത്തെത്തി. അപ്പൊ ഗൈസ്, അത്രയും ഇന്നത്തെ വീഡിയോ. ഇനി നമ്മൾ പോയി കിടന്ന് നല്ലോണം ഉറങ്ങട്ടെ. 2 ദിവസമായി ഉറങ്ങി. ബൈ.